സ്വയം ആൾദൈവമായി വിശേഷിക്കപ്പെട്ടിരുന്ന ആസാറാം ബാപ്പുവിന് വീണ്ടും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം ആവശ്യപ്പെട്ട ആസാറാമിന്റെ ഹർജി സുപ്രീം കോടതി ഉടൻ അംഗീകരിച്ചില്ല. പകരം രാജസ്ഥാൻ സർക്കാരിന്റെ മറുപടി തേടുകയും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്നും കോടതി വ്യക്തമാക്കി. എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം നൽകാൻ തയ്യാറാകാതിരുന്നത്? 2013 രാജ്യത്തെ നടക്കിയ ഈ കേസ് പുറത്തു വരുന്നത്. രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള ആസാറാമിന്റെ ആശ്രമത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിൽ കേസ് കോടതിയിലെത്തി. 2018 പ്രത്യേക പോക്സോ കോടതി ആസാറാമിനെ കുറ്റക്കാരനായി കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും 2026 മെയ് മാസത്തിൽ രാജസ്ഥാൻ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ബലാത്സംഗ കേസിലെ ശിക്ഷ ശരിവച്ചു. എന്നാൽ ഗൂഢാലോചനയും കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട ചില കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിരുന്ന വിലയിരുത്തലിൽ അവയിൽ നിന്ന് ആസാറാമിനെയും 2 സഹപ്രതികളെയും വെറുതെ വിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആസാറാം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തതോടൊപ്പം തന്റെ പ്രായവും ആരോഗ്യനിലയും കണക്കിലെടുത്ത് ജാമ്യം ആവശ്യപ്പെട്ടു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട് എന്താണ്? ജസ്റ്റിസുമാരായ MA സുന്ദരേശനും ഷിൽ നാഗുവും ഉൾപ്പെട്ട 5-അംഗ ബെഞ്ച് വളരെ വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. രാജസ്ഥാൻ സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ ഇപ്പോൾ ജാമ്യം അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെ: ഇപ്പോൾ ജാമ്യം നൽകുന്നില്ല. സംസ്ഥാനത്തിന്റെ മറുപടി കേട്ട ശേഷം മാത്രമേ പരിഗണിക്കൂ. ജീവന് ഗുരുതര ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള അടിയന്തര ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ പ്രത്യേക ഇളവ് പരിഗണിക്കാനാകൂ. അതുമാത്രമല്ല, ശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിലവിൽ ജയിലിൽ ലഭിക്കുന്ന ചികിത്സ തുടരാമെന്നും ആരോഗ്യനില വഷളായാൽ അടിയന്തരമായി വീണ്ടും കോടതി സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ആസാറാമിന് ഇപ്പോൾ ഏകദേശം 90 വയസ്സാണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ മനുഷ്യാവകാശപരമായ സമീപനം സ്വീകരിച്ച് ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചരണങ്ങളും കേസിനെ സ്വാധീനിച്ചുവെന്ന വാദം അവർ മുന്നോട്ട് വച്ചു. എന്നാൽ ഈ വാദങ്ങളെ സംസ്ഥാന സർക്കാരും ഇരയുടെ ഭാഗവും ശക്തമായി എതിർത്തു. ആസാറാമിന് ആവശ്യമായ ചികിത്സ എല്ലാം നൽകുന്നുണ്ടെന്നും അടുത്തിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും ജീവന് ഭീഷണിയായ സാഹചര്യമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. അതിനാൽ ഇപ്പോൾ ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് അവരുടെ നിലപാട്. സുപ്രീം കോടതി രാജസ്ഥാൻ സർക്കാരിന് മറുപടി സമർപ്പിക്കാൻ ഏതാനും ആഴ്ചകളുടെ സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമായിരിക്കും ഹർജിയിൽ അന്തിമ തീരുമാനമെടുക്കുക. അതിനാൽ ആസാറാമിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അപ്പീൽ സുപ്രീം കോടതി പരിഗണനയിൽ തുടരുകയാണ്. ജീവന് ഗുരുതര ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള മെഡിക്കൽ അടിയന്തരാവസ്ഥ തെളിഞ്ഞാൽ മാത്രമേ ഇടക്കാല ഇളവ് നൽകുന്ന കാര്യം കോടതി പരിഗണിക്കൂ എന്നതാണ് നിലവിലെ നിയമപരമായ സ്ഥിതി. ഈ കേസ് വീണ്ടും രാജ്യവ്യാപകമായി ശ്രദ്ധ നേടാൻ കാരണം പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ശിക്ഷ അനുഭവിക്കുന്നവർ ജാമ്യം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ കോടതി സ്വീകരിക്കുന്ന സമീപനമാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ ആരോഗ്യ പ്രശ്നം മാത്രം മതിയാകില്ലെന്നും ജീവൻ രക്ഷിക്കേണ്ട അടിയന്തര സാഹചര്യമുണ്ടെന്ന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കണമെന്നും സുപ്രീം കോടതി വീണ്ടും വ്യക്തമാക്കുകയാണ്. ഈ കേസിൽ ഇനി സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം എന്തായിരിക്കും എന്നത് രാജസ്ഥാന്റെ സർക്കാർ നൽകുന്ന മറുപടിക്കും തുടർന്ന വാദങ്ങൾക്കും ശേഷമായി വ്യക്തമാകൂ.